കാട്ടിൽ വേട്ടയ്ക്ക് പോയിട്ടുണ്ടോ? എവിടെ പോകാനാ, അതിന് കാടുണ്ടായിട്ട് വേണ്ടേ? പണ്ട്, അതായത് പണ്ട് ഇവിടൊക്കെ കാടായിരുന്നു. കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാട്. ആന, കരടി, കടുവ, പുലി, കാട്ടുപോത്ത് ഒക്കെ നിറഞ്ഞ ഘോര കാനനം. ഓ, ഒറ്റയ്ക്കാരും എങ്ങോട്ടും പോകത്തില്ല. കഷ്ടിച്ച് നടക്കാനൊരു വഴി കണ്ടാലായി. അങ്ങോട്ട് ചെന്നാലോ പകലുപോലും ഇരുട്ടാ. ആ, ചീകീന്ന് ചീവിട് വിളിച്ചോണ്ടിരിക്കും. പേടിപ്പിക്കും പോലെ മൂങ്ങ. ഒരു ദിവസം പടയിൽ തോറ്റ് സ്ഥാനഭ്രഷ്ടനായ ഒരു രാജകുമാരൻ തന്റെ ധർമ്മപത്നിയെയും അരുമപുത്രനെയും കൂട്ടി ഒരു അഭയസ്ഥാനം തേടി ആ കാട്ടിലെത്തി. അപ്പോൾ നരഭോജിയായ ഒരു രാക്ഷസൻ അവിടെ അടക്കി വാഴുകയായിരുന്നു. രാജകുമാരൻ കാട്ടിലേക്ക് പ്രവേശിച്ചു. ആകെ ആയുധമായി കയ്യിലുള്ളത് ഒരു വാൾ മാത്രം. പകൽ മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച രാജകുമാരനും കുടുംബവും ഒരു മരച്ചുവട്ടിലിരുന്ന് അല്പം വിശ്രമിച്ചു. പെട്ടെന്ന് ആ കാട് മുഴുവൻ ഒരലർച്ചയിൽ മുഴങ്ങി. രാജകുമാരൻ ഞെട്ടി ഉണർന്നു. അയാൾ വാളുറയിൽ നിന്നൂരി തയ്യാറെടുത്തു നിന്നു. അപ്പോഴുണ്ട് ഭൂമി ചവിട്ടിക്കുലുക്കി രാക്ഷസൻ അങ്ങോട്ട് വരുന്നു. അവരെ കണ്ട് രാക്ഷസൻ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിച്ചു. രാജകുമാരൻ ചോദിച്ചു, നിനക്കെന്തു വേണം? രാക്ഷസൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. അവൻ രാജകുമാരന് പിന്നിൽ പേടിച്ചരണ്ടു നിന്ന ഉണ്ണിയെ കണ്ണുവെച്ച് പറഞ്ഞു, ഇളം മാംസം, ഇളം ചോര. രാജകുമാരൻ ആക്രോശിച്ചു, ദുഷ്ട, നിന്നെ ഞാൻ വകവരുത്തും. രാക്ഷസൻ പരിഹസിച്ചു പറഞ്ഞു, വെറുതെ വഴക്കിനൊന്നും ഒരുങ്ങാതെ, നീ പടയിൽ തോറ്റോടിയവനല്ലേ, ക്ഷീണം കാണും. എന്നോട് പൊരുതാൻ വന്നാൽ മൂന്നിനെയും ഞാൻ ശരിപ്പെടുത്തും. രാജകുമാരൻ ചൊടിച്ചു, ഓഹോ, അങ്ങനെയോ? രാക്ഷസൻ പറഞ്ഞു, നീ നിന്റെ ഈ അരുമപുത്രനെ എനിക്ക് തന്നാൽ ഒരു യുദ്ധം നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾ രണ്ടുപേരെയും വിട്ടയക്കാം. ഒരു മകൻ പോയാലെന്ത്? നിങ്ങൾക്ക് ഇനിയും മക്കളുണ്ടാകുമല്ലോ. രാജകുമാരൻ ഒരു നിമിഷം ആലോചിച്ചു. വേഗം തീരുമാനം വേഗം പറയൂ, എനിക്ക് വിശക്കുന്നു. രാക്ഷസൻ തിരക്ക് കൂട്ടി. രാജകുമാരൻ പറഞ്ഞു, ഉണ്ണിയെ നിനക്ക് വിട്ടിട്ട് പോയാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം, ശരി തന്നെ. ഞങ്ങൾക്കിനി കുട്ടികളും ഉണ്ടായേക്കാം. പക്ഷേ നീ പിന്നെയും ശേഷിക്കുമല്ലോ. ഇനി ഈ വഴി വരുന്ന ഉണ്ണികളുടെ ഗതി എന്താവും? ഇത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ രാജകുമാരൻ വാളോങ്ങി രാക്ഷസന് നേരെ എടുത്തു ചാടി. പാടാ കാല് പറക്കുവാന്നാ തോന്നുന്നേ. എന്റെ പരദേവതേ, തള്ളയ്ക്കൊന്നും വരുത്തല്ലേ. ഇത് നേരം വെളുക്കും, നമുക്കൊന്ന് ഉറങ്ങിയേച്ച് വരാം. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? കൊരവിടേണ്ടി വരത്തില്ലെന്നാന്നോ? എന്നാലും ഇന്നലെ വൈകുന്നേരം നോവ് തുടങ്ങിയതല്ലയോ? പുറത്തു വന്നു. ആങ്കൊച്ച കരയുന്നില്ല. കാലെ തൂക്കിപ്പിടിച്ച് ചങ്കുവാക്കിനൊരു ഇടി. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. ആഭിവാദ്യം ഗുരുനാഥോ ഗണേശം ശ്രേഷ്ഠദേവതാം. സൂര്യാദികാൻ ഗ്രഹാൻ സർവാനീര്യത്തെ ജാതകാൻ ബുധാൻ. ശീർഷോദയാഖ്യോ യതി ലഗ്നരാശി
മൂർധാർഭകസ്യ പ്രഥമം പ്രദർഷ്ട പൃഷ്ഠോദേശ്ചേ ചരണപ്രസൂതൗ ഹസ്തോ യതി സ്യാദ് ഉഭയോദയാഖ്യ. ലഗ്നം പൃഷ്ഠോദയ രാശിയാകയാൽ മുമ്പേ കണ്ടത് കുഞ്ഞിന്റെ കാലായിരിക്കും. അമ്മയ്ക്കോ മകനോ എന്തെങ്കിലും അംഗഭംഗമോ അല്ലെങ്കിൽ അപായം തന്നെയോ സംഭവിക്കേണ്ടതാണ്. ഈശ്വരാധീനം കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതെ അതെ, എല്ലാം ഈ ഗ്രഹനിലയിൽ കാണുന്നുണ്ടേ. എന്നാലും ജാതകന് ലേശം അംഗവൈകല്യം വന്ന് ഭവിക്കണം എന്ന് കാണുന്നു. അല്ല, അത് നിസാരം ഒടിവോ ചതവോ ആകാം. പൃഥുല നയന വക്ഷാവൃത്ത ജംഘോരു ജാനു ജനക ഗുരു വിയുക്ത ശൈശവേ വ്യാധിതശ്ച നരപതി കുല പൂജ്യ പിംഗള ക്രൂരചേഷ്ട ഛഷകുലിശ ഖഗാംഗച്ഛന്ന പാപോളി ജാത. പറയാമോ എന്തോ, എന്നാൽ പറയാതിരിക്കാനും വയ്യല്ലോ. ഗൃഹനില വച്ച് നോക്കുമ്പോൾ പിതൃസ്ഥാനത്ത് നിന്നുള്ള സംരക്ഷണം, സാമീപ്യം, വാത്സല്യം ഇതിനൊന്നിനും ജാതകന് വിധിയില്ലെന്ന് വേണം പറയാൻ. അയാളുടെ കാര്യം ഒന്നും പറയണ്ട. വലിയ ഉദ്യോഗസ്ഥനാ, കുടുംബക്കാരനാ എന്നൊക്കെ പറഞ്ഞ ആഘോഷത്തിൽ കല്യാണം കഴിപ്പിച്ചയച്ചത്. ലഗ്നത്തിൽ കേതു, ലഗ്നാധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ. പാപരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത്. മാതൃ മന ബുദ്ധി ദേഹകാരകനായ ചന്ദ്രൻ നീചരാശിയായ വൃശ്ചികത്തിൽ രാഹുവിനോടുകൂടി നിൽക്കുന്നു. മാതാവിന് അസാരം രോഗപീഠയും മനോസുഖക്കുറവും വാശിവൈരാഗ്യങ്ങളും ഭവിക്കാം. എന്താ വേലുച്ചാരെ, അഞ്ചലാഫീസ് തുറന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നേ, എഴുത്തും കുറ്റിയിലിട്ടു. ഓ, ഇതുപോലെ എത്ര എഴുത്തയച്ചതാ. ഇച്ചിരിയെങ്കിലും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ വരാൻ ഒക്കത്തില്ല എന്നെങ്കിലും ഒരു മറുപടി അയക്കത്തില്ലയോ? അമ്മ എന്തിനാ പിന്നെയും പിന്നെയുള്ള മാനം കളയുന്നേ? ആ കിളി എനിക്ക് പിടിച്ചു തരോ? ഓ, പിന്നെന്താ. പക്ഷേല് ഒരു കുഴപ്പം, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ? വെള്ളിയാഴ്ച കിളിയെ പിടിച്ചൂടാ, ദോഷമാ. ഞായറാഴ്ചയാട്ട്. വേലുച്ചാര് മറക്കോ? വേലുച്ചാര് മറക്കാനോ? നടന്നാട്ടെ. വേലുച്ചാരെ, ആ മുതൽ അമ്പരെ തെറ്റിക്കാതെ പറയാവോ? അതിന് വേലുച്ചാർ അക്ഷരം പഠിച്ചിട്ട് വേണ്ടായോ? ഇത്രയും വലുതായിട്ടോ? ഒന്നും പറയണ്ട കുഞ്ഞെ. എങ്ങനോ ജനിച്ചു, എങ്ങനോ വളർന്നു. നടന്നാട്ടെ, നേരം വയ്യ. ആശാന്റെ അടി വേലൂച്ചാർക്കാ കിട്ടുന്നേ. എന്നെ ആശാൻ
പള്ളിയിൽ വിട്ടേച്ചപ്പോ അമ്മ വേലുച്ചാറ് തനിച്ചാവത്തില്ലയോ? തനിച്ചിരിക്കാൻ നേരെ എവിടാ? വേലൂച്ചാർക്ക് എന്തെല്ലാം വേല കിടക്കുന്നു. ഓ, ഈ പഠിത്തൊന്നും തീരത്തൂല്ലല്ലോ. ഇതെന്തോ ഇരിക്കുന്നു, ഇനിയും കിടക്കുന്നതല്ലേ ഉള്ളൂ പഠിക്കാന്. ഓ, എന്നെ കൊണ്ട് വയ്യ പഠിക്കാൻ. അത് കൊള്ളാം. കുഞ്ഞു പഠിച്ച് പഠിച്ച് വലിയ പരീക്ഷയൊക്കെ പാസ്സായി വലിയ വലിയ ഉദ്യോഗമൊക്കെ ഭരിക്കേണ്ടതല്ലയോ? കായ് ഖാ ഗായ് ഖാ ങാ ചായ് ഛാ ജായ് ഛാ ഞാ ടായ് ഢാ ഡായ് ഢാ നാ തായ് ധാ ദായ് ധാ നാ പായ് ഭാ ബായ് ഭാ മാ കായ് ഘാ ഗായ് ഘാ ങാ ചായ് ഝാ ജായ് ഝാ ഞാ. ഏമാനെ, കുഞ്ഞുണ്ണി ഏമാനെ, പാഠം ചൊല്ലുകേ. കാ അല്ല കാ. എഴുത്. കാ ഇക്കല്ല കാ. അയ്യോ, കുഞ്ഞെന്തിനാ നിലവിളിച്ചേ? മീനാക്ഷി പെണ്ണ് കുഞ്ഞിനെ പേടിപ്പിച്ചെന്നോ? നല്ല കൂത്തായി. 3 നേരം മോന്താൻ കിട്ടിയപ്പോ പെണ്ണിന്റെ ഒരു നെകളിപ്പേ. വേലുച്ചാരാരെയാ വഴക്ക് പറയുന്നേ? ആ ജാനമ്മ പെണ്ണിന്റെ മോക്ക് അഹമ്മദ് മണി കൂടുതലാ. കൊച്ചല്ലയോന്ന് വിചാരിച്ചാ ഞാൻ മേല് നോവിക്കാത്തെ. പോട്ടെ വേലുച്ചാരെ, കൊച്ചുങ്ങളുടെ വഴക്കിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. മോനെ, നീ എന്തിനാ എപ്പോഴും ആ കൊച്ചിനോട് വഴക്കുണ്ടാക്കുന്നേ? എട്ടും പൊട്ടും അറിയാത്ത ഒരു കുഞ്ഞ, അതിനോട് പോയി വഴക്കുണ്ടാക്കി കരയിപ്പിക്കരുതെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നീ അപ്പുറത്തോട്ട് പോവോ?
കായ്ക്ക ഗായ്ക്കങ്ങ ചേച്ചേ ചായച്ച ചേച്ചേ ചായച്ചഞ്ഞ തായ്ത്ത ഡായ്ത്തണ്ണ ചേച്ചേ തായ്ത്ത ചേച്ചേ തായ്ത്തണ്ണ ബായ്പ്പ ബായ്പ്പ ഏരാ ലലലവാസ ഷാസാഹ ലാരാഹ ദാണ്ട നിന്റെ അച്ഛൻ നടന്നു വാന് ഇന്ന് അമ്മയ്ക്ക് രണ്ടിടി കിട്ടും. നടയാനെ അച്ഛൻ നല്ല പരുവത്തില. എന്തിനാണ് ഈ തേരാപ്പാര നടക്കുന്നത്? ഏമാനെ എന്തിനാന്നാ ഇവിടെ നിൽക്കുന്നത്? ചുമ്മാ ആനവാലി ഞാൻ കൊണ്ട തരുന്നുണ്ട്. വാലി ഇച്ചിരി കൂടെ ഒന്ന് വളർന്നോട്ട്. രണ്ടാനയെ മുറ്റത്ത് കെട്ടിയിരുന്ന വീടാ. പറഞ്ഞിട്ടെന്താ, കാലം പോയൊരു പോക്കേ. വാ. നടയാനെ 36 36 36 37 37 37 37 37 37 37 ഈ കേൾക്കുന്നൊക്കെ ഉള്ളതാണോ പാച്ചുള്ളേ? അല്ലേ, വടക്കങ്ങാണ്ട് ഇയാൾക്ക് ഒരു സംബന്ധമൊക്കെ ആയെന്ന് കേട്ടല്ലോ. ചുമ്മാ പറയുന്നതാന്നേ. പൂരത്തിന് അവിടെ എങ്ങാണ്ടോ കണ്ടെന്നും പറഞ്ഞ ആളുകൾക്ക് എന്തോ പറയാൻ വയ്യാത്തെ. ഇയാൾ ഉണ്ടതാന്നോ? അല്ലേ, എന്നാ അപ്പുറത്തോട്ട് ഇന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കും. ഓ 39 39 40 40 40 41 41 മോനെ ഇങ്ങോട്ട് വന്നേ. എവിടായിരുന്നു ഇത്രയും നേരം? 42 42 നടന്നുള്ള വെയിലെല്ലാം കൊള്ളുവാ. പിന്നെ പള്ളിക്കൂടം തുറക്കുമ്പോ പനി പിടിച്ച് കിടക്കാനാ. എന്തിനാടി ഇരുന്ന് ചിണുങ്ങുന്നേ? കൊച്ചുങ്ങളെന്തിയേ?
ആ വിചാരം ഉണ്ടോ? കഴിവരുടെ മോളെ, ഒരുപാട് ചിണിങ്ങാണ്ടല്ലോ. പാല് വാങ്ങിക്കാനായിട്ട് രണ്ടുപേരും കൂടെ അമ്പലത്തിൽ തെക്കലോട്ട് ഇപ്പം പോയതേ ഉള്ളൂ. എന്നാലും കൊച്ചുങ്ങളെ ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. ചിണുങ്ങൽ നിർത്തുന്നുണ്ടോ അതോ ഞാൻ പോട്ടോ? എടി, മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലിറങ്ങി നിന്ന് നിന്നെ എല്ലാരും കൂടെ എന്റെ തലയെ കെട്ടിവെച്ചല്ലോ. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്തോന്നോ? നിനക്ക് ഇഷ്ടമുള്ളതാ ഉണ്ടച്ചക്കര. എന്തോ കാണിക്കുന്നത്? വാ, ഒരു കാര്യം കാണിച്ചു തരാം. ഇതെന്താ ഇത്? പല്ലടവും പോയി വീണോ? പിന്നെ അണ്ണനെ പിടിക്കാൻ ഓടി ഇല്ലയോ? ഏമാന്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ, ഇത്തവണത്തേക്ക് പോട്ട്. ഇനി വീണാ പറയും. വനജൻ പറയില്ലേ? കുഞ്ഞുണ്ണിയമ്മൻ ഇങ്ങേര് ഉണ്ണുന്നത് കാണാമെന്ന് നിൽക്കുക. ഇതെന്തോ ഇരിക്കുന്നു. തിന്നുന്നെങ്കിൽ ആനയുള്ള തിന്നണം. ആനയും കൊണ്ട് നടക്കുമ്പോ ആനയെ പോലെ തിന്നണം. അങ്ങനെയല്ലയോ? അതിന് സമ്പാദ്യമല്ല ഇവിടെ കൊണ്ട് കൊടുത്തിരിക്കുവല്ലയോ? ഇവിടെ നിക്കണ്ട, നീ ഇപ്പൊ ഇടിയോ? ദഹനക്കുറവുണ്ട് അല്ലയോ?
വിളർച്ചയുണ്ട്, രക്തക്കുറവാണ്. രാവിലെ കട്ടിലേന്ന് എണീക്കുമ്പോഴും പിന്നെ വല്ലടോ ഇരുന്നേച്ചെണീക്കുമ്പോഴും കണ്ണിലൊരു ഇരുട്ടുപോലെ വന്ന് തല ചുറ്റും. ദ്രാക്ഷാ മധൂകമധുകലോദ്ര കാശ്മീര്യ ശാരിവാഹ മുസ്താമലക ഹ്രീബേര പത്മകേസര പത്മകം മൃണാള ചന്ദനോശീര നീലോൽപല പരൂക്ഷകം ഭാണ്ഡോ ഹിമോവ ദ്രാക്ഷാദി ജാതി കുസുമവാസിത യുക്തോ മധുസിതാലാജൈ ജയത്യനിലപിത്തജം ജ്വരം മദാത്യയം ഛർദി മൂർച്ഛാം ദാഹം ശ്രമം ഭ്രമം ഊർധ്വകം രക്തപിത്തം ച പിപാസാം കാമലാമവി. സൂക്ഷിക്കണേ, സൈക്കിള് കുഞ്ഞിന്റെ മേത്ത് വീഴും. എന്റെ പൊന്നേമാൻ അതേന്നങ്ങ് വിട്ടാട്ടെ. കയ്യോ കാലോ ചാടിന്റെ ഇടയിലെങ്ങാനും പെട്ട അടുക്കളയിലോട്ട് ചെന്ന് ചോറ് മേടിച്ച് കഴിച്ചാട്ടെ. വെളുത്തപ്പ മുതൽ കിടന്ന് ഓടുന്നതല്ലയോ. കുറച്ചു മതി, പക്ഷേ ഭക്ഷണം സമയം തെറ്റാതെ കഴിക്കണം. എന്ത് ചെയ്യാനാ, നേരെ ചൊവ്വ ആഹാരം കഴിക്കത്തില്ല. എപ്പ ചോദിച്ചാലും വിശപ്പില്ലെന്നാ പറയുന്നേ. മുന്തിരിങ്ങാപ്പഴം, ഇലിപ്പക്കാതൽ, ഇരട്ടി മധുരം, പാച്ചോറ്റിത്തൊലി, കുമിഴിൻ വേര്, നറുനീണ്ടിക്കിഴങ്ങ്, മുത്തങ്ങാക്കിഴങ്ങ്, ഉണക്ക നെല്ലിക്കാത്തോട്, ഇരുവേലി, താമരയല്ലി, പതിമുഖം, താമരവളയം, ചന്ദനം, രാമച്ചം, കരിങ്കൂവളക്കിഴങ്ങ്, ചിറ്റീന്തൽ വേര്. ഇവ 3/4 കഴഞ്ച് വീതം കഴുകി ചതച്ച് ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വച്ച് വറ്റിച്ച് നാഴിയാക്കി പിഴിഞ്ഞരിച്ച് വീണ്ടും വറ്റിച്ച് 2 തുടമാക്കണം. ഇതിൽ പിച്ചകപ്പൂവിട്ട് വാസന വരുത്തി 1 തുടം വീതം തേൻ, പഞ്ചസാര, മലർപ്പൊടി ഇവ മേമ്പൊടി ചേർത്ത് 2 നേരം ആഹാരത്തിന് മുമ്പ് കഴിക്കണം. ലേഹ്യം കൊടുത്ത് അയക്കാം. 2ഉം മുടങ്ങാതെ കുറച്ചുനാൾ കഴിക്കണം. അച്ഛൻ ഒന്നും പറയണ്ട വൈദ്യരെ. സൈക്കിൾ ഓടിക്കണം അല്ലയോ? മുട്ടയിലെ തൊലി ഒത്തിരി അങ്ങ് പോവും. എന്തോന്നാ മാനെ വായിക്കുന്നേ? ബാലചന്ദ്രൻ. ഉറക്കെ വായിക്കാ മാനെ, ഞാനും കൂടെ കേക്കട്ടെ. ഇന്ന നീ വായിക്ക. ആദ്യം മുതൽ വായിക്കട്ടെ. ബാലചന്ദ്രൻ അന്ന് പതിവിലും നേരത്തെ ഉണർന്നെഴുന്നേറ്റു. അവൻ കണ്ണു തിരുമ്മിക്കൊണ്ട് മുറിയിൽ നിന്നും വെളിയിലേക്ക് വന്നു. ബാലന്റെ അമ്മ ആ തുറന്ന വരാന്തയിൽ കിഴക്കോട്ട് തിരിഞ്ഞ് തൊഴുകയ്യോടെ ഇരിക്കുകയാണ്. അമ്മയുടെ മുഖത്തേക്ക് ബാലൻ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വീഴുന്നു. ബാലന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൻ സാവധാനം അമ്മയുടെ സമീപം എത്തി മുട്ടുകുത്തിയിരുന്ന് 2 കൈകൊണ്ട് അമ്മയുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, അമ്മേ, അമ്മ കരയുകയാണോ? അയ്യോ എന്റെ ഈശ്വര. അയ്യോ, വേഗം ഇച്ചിരി വെള്ളം കൊണ്ടുവാ. എന്റെ കുഞ്ഞ്, നിനക്ക് എന്തു പറ്റി? മുറ്റത്തോട്ട് ഇറങ്ങാൻ പോവുമായിരുന്നു. അപ്പം തല കറങ്ങി. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഞാൻ മരിച്ചുപോയ എന്റെ കുഞ്ഞിനാരുണ്ട്?
ഒന്ന് മറിഞ്ഞു വീണെന്നും പറഞ്ഞു വേണ്ടാത്തൊക്കെയാന്ന് പറയുന്നേ. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 രാമ. കുഞ്ഞുറങ്ങിയില്ലയോ? ഇന്ന് ഞാൻ വേലുച്ചാരുടെ കൂടെ കിടന്നോട്ടോ. തറയെ കിടന്നാ കുഞ്ഞിന് തണുക്കത്തില്ലയോ? വേലുച്ചാരുടെ കൂടെ കിടക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ തങ്കക്കട അല്ലയോ? വേലുച്ചാർക്ക് കുഞ്ഞിനെയും വലിയ ഇഷ്ടമാണ്. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക ദൈവമേ മാനവശിഖാമണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. അച്ഛനും അമ്മ വിളക്ക് വന്നോ? എന്താ മിണ്ടാത്ത? വേലുച്ചാർക്ക് എങ്ങനെ അറിയാം? വിധിയാന്നല്ലാണ്ട് എന്തുവാ പറയുന്നേ? വേലുച്ചാർക്ക് മക്കളുണ്ടോ? വേലൂച്ചാർക്ക് കെട്ടിയോളും മക്കളും ഒന്നുമില്ല കുഞ്ഞെ. ഉള്ളത് നിങ്ങളൊക്കെയാ. ആ കുഞ്ഞ് കിടന്നാട്ടെ, നാളെ പള്ളിക്കൂടത്തിൽ പോകാനുള്ളതല്ലയോ? രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എന്താ കുഞ്ഞെ, എന്താ കരയുന്നേ? കുഞ്ഞുണ്ണിയമ്മാൻ എന്തിനാടി കരയുന്നേ? എന്താ മോനെ കരയുന്നേ? എന്റെ കുഞ്ഞിനെ വിൽക്കാനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ആക്ഷേപിച്ചോ? പിന്നെ പിള്ളേര് രാമകൃഷ്ണ സാറ് കുഞ്ഞുണ്ണിയമ്മനെ പെറ്റി ബുഷാന്ന് വിളിച്ചു. എന്തോന്ന് വിളിച്ചെന്നാ? ക്ലാസ്സിൽ എല്ലാരും കൂടെ കളിയാക്കി ചിരിച്ചു. എന്തോന്നാ വേലുച്ചാരെ ഈ ഭൂഷാന്ന് വെച്ചാല്? ആ വല്ല വേണ്ടാതീനും ആയിരിക്കും. അല്ലേലും ആ കിട്ടൻചോദന്റെ മോൻ രാമകൃഷ്ണൻ വാത്തിയാർ ഒരു അഹങ്കാരിയാ. ഇന്നാളൊരു ദിവസേ ഇവിടുത്തെ വാതുക്കൂടെ ചെരുപ്പിട്ടോണ്ട് പോകുന്നു. കാലം പോയ പോക്കേ. കണ്ട വാതി കാണാത്ത വാതി ഞാനിങ്ങ് കയറിപ്പോന്നു. ആ കാന്തി ഒരുത്തനാ ഇതിനെല്ലാം കാരണം. എല്ലാരും ഒരുപോലെ അന്ന് പോലും. വേലുച്ചാർക്ക് ഗാന്ധിയുടെ പേര് പറയുമ്പോ കലിയാ. എങ്ങനെ കലി വരാണ്ടിരിക്കും? ഒരാന്തരിയുള്ളതിനെ ശീമയെ പഠിക്കാൻ അയച്ചിട്ട് എന്തായി? ഇവിടുത്തെ വല്യമാൻ നിലവും പറയടവും കുറെ തീരെഴുതിയത് മിച്ചം. ആ കുഞ്ഞ് തലതിരിഞ്ഞ് കാന്തിയുടെ പുറകെ പോയി. ഇന്ന് ആരാവണ്ടതാ? എല്ലാം വിധിയാ വേലുച്ചാരെ. മരിക്കുന്നതിന് മുമ്പ് വാസുവിനെ ഒന്ന് കാണാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. പടക്കം കണ്ട് ജയിലിൽ കിടക്കുമായിരുന്നു. നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം, നിൻ കുടുംബത്തോടു ചെന്ന് ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നിടും അത്രൈവ ഞങ്ങൾ നിസംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു.
സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ വരൂ. ഇത് ഞാനാ വേലിച്ചാരെ. അയ്യോ, എന്റെ വാസുമാനെ. മോനെ വാസു, ഇതുള്ളതാണോ അതോ ഈ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണോ? അമ്മ ഈ മകനോട് പൊറുക്കണം. ഒരു മകന്റെ കടമയൊന്നും ഈ വാസു ചെയ്തില്ല. എങ്കിലും കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ മോനെ കാണാൻ പറ്റിയല്ലോ. നിനക്കെന്താ, സുഖമില്ലേ? കുറെ കാലമായി അവക്ക് വയ്യാണ്ടായിട്ട്. ചെയ്യാൻ ഇനിയും മരുന്നും മന്ത്രവും ഒന്നും ബാക്കിയില്ല. നീ വല്ലതും കഴിച്ചതാന്നോ? അമ്മ ചോദിച്ചത് നന്നായി. 3 ദിവസത്തെ വിശപ്പുണ്ട്. സെക്കൻഡറാബാദിൽ നിന്ന് പോക്കറ്റിൽ ഒറ്റ കാശില്ലാതെ കള്ളവണ്ടി കയറി വരുവാ. ബ്രിട്ടീഷുകാർ വിട്ടുപോകാൻ പോകുന്നൊക്കെ പറയുന്നല്ലോ, ഉള്ളതാന്നോ? ആ, പോവായിരിക്കും. അതെന്താ മോനെ, നീ ഇപ്പം ഗാന്ധിയുടെ കൂടെ അല്ലയോ? അല്ലമ്മേ, ബ്രിട്ടീഷുകാർ പോകുന്നതുകൊണ്ട് മാത്രം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല. അതിന് യഥാർത്ഥത്തിലുള്ള വിപ്ലവം തന്നെ ഉണ്ടാവണം. കൊല്ലും കൊലയും വേണമെന്നാണോ നീ പറയുന്നേ? അല്ലമ്മേ, അമ്മയ്ക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. സത്യാഗ്രഹ സമരം നടത്തി എന്റെ മോൻ എത്ര കാലം ജയിലിൽ കിടന്നു, എത്ര അടിയും തല്ലും കൊണ്ടു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിതമല്ലേ ഉള്ളൂ അമ്മേ. അതിങ്ങനെ പോട്ടെന്നോ? കൂട്ടാനെല്ലാം നല്ല രുചി. ആര് വെച്ചതാ? വിശന്നിരുന്ന് കഴിക്കുമ്പോ എല്ലാം നല്ല രുചിയായിരിക്കും. നീ ഇനി എങ്ങും പോവണ്ട, ഇവിടെ നില്ല. ഇവിടെ പോലീസ് വന്ന് എന്നെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത് കാണാൻ അമ്മയ്ക്ക് ശക്തിയുണ്ടോ? അതിന് നീ വല്ല കുറ്റവും ചെയ്തോ? എനിക്കെതിരെ ഒരുപാട് കേസുണ്ട്, ഉള്ളതും ഇല്ലാത്തതുമായിട്ട്. കൊലക്കേസ് വരെയുണ്ട്. ഇടം മാറിയും പേര് മാറ്റിയും ഞാൻ പോലീസിനെ വെട്ടിച്ച് നടക്കുകയാണമ്മേ. എന്റെ പരദേവതേ, എന്തൊക്കെയാ പാച്ചുള്ള വിശേഷം? ഒരുപാട് നാളായല്ലോ. കൂപ്പിലായിരുന്നേ. കൂപ്പിലെ പണിയൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞേ. ഇയാടെ പെണ്ണും പിള്ള പെറ്റതറിഞ്ഞു? 5-6 മാസമായി. പെണ്ണ കൂപ്പിലെ പണി കഴിഞ്ഞപ്പം മടത്തിക്കാർ ആനയങ്ങ് വിറ്റു. കൊച്ചിനെ കാണാൻ വരുമ്പം വെറും കൈയോടെ എങ്ങനെയാ വരുന്നേന്ന് വിചാരിച്ചു. അതിന് ഇത് ഇയാടെ ഭാര്യ വീടൊന്നും അല്ലല്ലോ. ദാണ്ടെ അച്ഛൻ. എന്നിട്ട് ഇയാൾക്ക് ഇപ്പം വല്ല പണിയുണ്ടോ? ഓ, പണി എന്ന് പറയാനൊന്നുമില്ലേ. ഇച്ചിരി ദല്ലാള് പണിയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി നടന്ന് കാല് തേയുമ്പം വല്ലപ്പോഴും ഒരു കല്യാണം നടന്നു കിട്ടും. മനസ്സറിഞ്ഞ് വല്ലതും തന്നാലായി, ഇല്ലെങ്കിലും ആയി. പെണ്ണിന് കൊന്തപ്പല്ലോ കോങ്കണ്ണോ ഉണ്ടെങ്കിൽ വല്ലതും വൃത്തിയായിട്ട് കിട്ടും. കല്യാണം നടന്നു കിട്ടിയാ പിന്നെ അറിയുന്ന ഭാവം കാണിക്കാത്ത ദരിദ്രവാസികളും ഉണ്ടേ. അപ്പൊ ഹംസമാലിയോ?
പാച്ചുപിള്ള കുറച്ചു ദിവസം കാണുമോ? കാണുവേ. ജാനമ്മോ. എന്തോ? ഇനിയും മുതൽ അത്താഴം കൊടുത്തേച്ച് പാച്ചുപിള്ളയുടെ പായ എടുത്ത് വെളി വെച്ചേ. അയാൾ വേലുവിച്ചാരുടെ കൂടെ വരാന്തേ കിടന്നോളും. കാന്തിയെ വെടി വെച്ച് കൊന്നെന്ന് ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ. എന്റെ ദൈവമേ, ആയുസ് മുഴുവനും അഹിംസ എന്നും പറഞ്ഞ് നടന്ന മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനും ആളുണ്ടായല്ലോ. അങ്ങേർക്ക് ഒരു ദോഷവും വരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വേലുച്ചാരോട് ഇതാരാ പറഞ്ഞ്? കോൺഗ്രസ്സുകാരെല്ലാം കൂടെ മീറ്റിംഗും കൂടാൻ പോവുക. ദാണ്ട് ഇപ്പൊ ഇതിലേക്കൂടെ വരുന്നുണ്ട്. കരയാതെ മോനെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോനെ, മൂക്കിന് താഴെ ഏതാണ്ട് പറ്റിയിരിക്കുന്നല്ലോ. കഞ്ഞി കുടിച്ചിട്ട് മോൻ കഴുകിയില്ലയോ? ഒന്നുമില്ല മോനെ, കിണ്ടി വെള്ളം കാണും. മുഖം വൃത്തിയായിട്ടൊന്ന് കഴുകിയേ. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്തുവാ? ഓ, ആരും അറിഞ്ഞില്ല എന്നാ വിചാരം. മീശ കിളിക്കാനേ കരടിനെ പകട്ടിയ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. ഒത്തിരി പറഞ്ഞോണ്ടല്ലോ, നിന്റെ മുഖത്തും പരട്ടും. ആ തായമനെ, എനിക്കും പരട്ടണം. ചേതമുണ്ട്. കുഞ്ഞുണ്ണി പഠിക്കായിരുന്നു.
ഞാൻ ഡിസ്റ്റർബ് ചെയ്തു? ഹേയ്, ഞാനല്പം എഴുത്തിലായിരുന്നു. എങ്കിൽ ഞാൻ ചെയ്തത് കൂടുതൽ തെറ്റ്. താൻ വെറുതെ ഫോർമലാവാതിരിടോ. താനെന്താ ഈ പോസ്റ്റ് ഒന്നും പൊട്ടിക്കായിട്ടിരിക്കുന്നത്? ഓരോ വാരികക്കാർ ഖേദപൂർവ്വം മടക്കി വെച്ച കഥകളാ. എന്നാലും കവർ പൊട്ടിച്ചു നോക്കിക്കൂടെ? എല്ലാം കൂടി ഒന്നിച്ച് പൊട്ടിക്കാമെന്ന് കരുതി ഇരിക്കുക. എന്നിട്ടൊരു സമാഹാരം ഇറക്കണം. മടങ്ങി വന്ന കഥകൾ. മടങ്ങി വന്ന പ്രണയകഥകൾ എന്നാക്കിയാലോ? താൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ പ്രണയം പാടില്ലേ? അയ്യോ, പിണങ്ങല്ലേ. എഴുത്തുകാരന്റെ സർഗസ്വാതന്ത്ര്യത്തെ കൈകടത്താനൊന്നും ഞാനില്ലേ. ഞാനൊരു കാര്യം ചോദിച്ചാ രാജേന്ദ്രൻ പിണങ്ങുമോ? ഏയ്, ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ള ഇക്കിളി വികാരങ്ങളൊന്നും എനിക്കില്ലടോ. താൻ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ സ്നബ് ചെയ്യുന്നത്? തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ജമ്മി മൂരാച്ചി ചാവാതെ കിടപ്പുണ്ട്. കുഞ്ഞുണ്ണിയമ്മ വരുന്നു. താണ്ടെ കുഞ്ഞുണ്ണിയമ്മ വരുന്നു. ഞാൻ നോക്കിയപ്പം വയലിന്റെ അക്കരേന്ന് ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുന്നു. നോക്കിയപ്പോഴല്ലയോ സൂക്കേട് കുറവുണ്ടോ അമ്മേ? ആശുപത്രിയിൽ നിന്ന് വന്നേ പിന്നെ ഇച്ചിരി നന്നായിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നേ. കുത്തിവെച്ച മരുന്നിന്റെ കടുപ്പം കൊണ്ടായിരിക്കും. ഒരു ബലക്ഷയം. പിന്നെ നമ്മുടെ വൈദ്യരുടെ കഷായം ലേഹ്യം മുടങ്ങിയിട്ടില്ല. മോൻ വല്ലതും കഴിച്ചതാണോ? വിശപ്പ് കാണും. എത്ര ദൂരം ബസ്സിലിരുന്നതാ. എന്നാ വന്നേ? ഇന്നലെ. ഞാൻ ഇന്നലെ ഒത്തിരി കരഞ്ഞായിരുന്നു. എന്തിനാ? ഏമാന്റെ മേശപ്പുറത്തൊരു പുസ്തകം കിടന്നില്ലയോ?
ബാല്യകാല സഖി. അത് വായിച്ച അവസാനം വന്നപ്പം കരച്ചിലടക്കാൻ പറ്റിയില്ല. സുഹറയ്ക്കും മജീദിനും ദൈവം എന്തിനാ കഷ്ടപ്പാട് മാത്രം കൊടുത്തേ. അപ്പൊ മീനാക്ഷി പുസ്തകമൊക്കെ വായിക്കൂ? പഠിക്കാനോ പറ്റിയില്ല. വെറുതെ ഇരിക്കുമ്പം അമ്മ വായിക്കുന്ന പുസ്തകമൊക്കെ തരും. അമ്മയ്ക്ക് വയ്യാത്തപ്പം ഞാൻ വായിച്ചു കൊടുക്കുകയും ചെയ്യും. മീനാക്ഷി ദിവസം ദിവസം വളരുകയാണല്ലോ. ഏമാനും വലുതായി, മീശയൊക്കെ കറുത്തല്ലോ. അത് ഞാൻ കരടിനെ വരട്ടിട്ട്. കുഞ്ഞുണ്ണിയേമാനിന് എന്നാ പോന്നേ? മറ്റേന്നാ. അല്ലെങ്കിൽ തന്നെ പാട്ടോ ഒന്നും കണക്കിനും മുറയ്ക്കും അളക്കാറില്ല. ഇനിയിപ്പോ നിയമവും കൂടെ വന്നാൽ നമ്മൾ എങ്ങനെ കഴിയും? നിയമം അനുസരിച്ചാണെങ്കിൽ ഇനി വസ്തുവിന് മേൽ പാട്ടക്കാർക്കാണ് അവകാശം. ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരെ വോട്ടിട്ട് ജയിപ്പിച്ചപ്പോഴേ എല്ലാരും പറഞ്ഞതാ നാശത്തിനാന്ന്. നമ്മുടെ വസ്തു നഷ്ടപ്പെട്ടതോട് നമുക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷേ കൃഷിക്കാരൻ അവകാശപ്പെട്ടതല്ലേ കൃഷിഭൂമി. ഈ കുഞ്ഞ് എന്തുവായി പറയുന്നേ? കുഞ്ഞൻ കമ്മ്യൂണിസ്റ്റ് ആയോ? പേരിച്ചാരെ അവക്ക് തീരെ വയ്യ. ഇത്രയും കാലം ആശുപത്രി ചികിത്സ എല്ലാം നടത്തിയിട്ടും അവക്ക് കുഞ്ഞുണ്ണിയെ കാണണമെന്ന് പറയുന്നുണ്ട്. എത്രയും വേഗം ഹോസ്റ്റലിൽ പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരണം. അവന്റെ അച്ഛനും തിരുവനന്തപുരത്ത് എങ്ങാണ്ടല്ലയോ ജോലി. അയാളെയും കൂടെ കണ്ടൊന്ന് പറഞ്ഞേക്കണം. ഉത്തമൻ ശൗരിയെ മാനിച്ചു ചൊല്ലിനാർ. സർവഗുണനിധേ യാദവേന്ദ്രർക്ക് സർവകർമ്മ ഇടുവാൻ ഉണ്ടൊരു കർമ്മം ഹരിചരണമത് വേണ്ടുന്ന വണ്ണം മനസ്സിലുറപ്പിച്ചു. ചിത്തത്തിലൊന്നും ഓരാതെ നിത്യസ്വരൂപനാം പാപഹാരി പദം തന്നുള്ളിൽ അച്യുത പ്രീത്യർത്ഥമോർക്കടൂ. പിന്നെ സമസ്ത കർമ്മങ്ങൾ ഭഗവാൻകൾ തന്നെ സമർപ്പണം ചെയ്തിടുക. പിന്നെ സമസ്ത വാക്യം ഹരിസദ്ഗുണം എന്നുറച്ചുച്ചരിച്ചിടുകയെങ്കിലോ പിന്നെ ജരിമതി കർമ്മ നരകങ്ങൾ ഒക്കെയും നഷ്ടമായി വന്നുകൂടും ദൃഢം. വേലുച്ചാര് പോയി വിളിച്ചതാ, എന്നിട്ട് ഇതുവരെയും കണ്ടില്ലല്ലോ. എത്ര ദൂരെ ഇരുന്നാൽ എന്താ, കുഞ്ഞുണ്ണി വന്ന് കണ്ടതിന് ശേഷമാ മരിച്ചത്. അങ്ങേര് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരണമെന്നുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഇങ്ങ് എത്തേണ്ടതാ. സർവലോകേശൻ ജഗന്മയനീശ്വരൻ ഇന്നു നീ ചിന്തിക്കിരം അസാധ്യമിഹ. നിന്നുള്ളിലോർക്ക ബ്രഹ്മം സർവകാരണം. പാർത്താൽ പരബ്രഹ്മമൂർത്തി നിന്നന്ദനൻ പാദത്തിൽ തൊട്ട് നമസ്കരിക്കൂ. വേണ്ടതും സർവൈക കാരണനായ നിൻ പുത്രനിൽ സർവദാ നിൻ ദേഹവാക്കർമ്മതർപ്പണം. സർവതരാചരഭൂതലോകങ്ങളും സർവവിമോഹിനി നിന്നുടമായ നിന്നുടെ വൈഭവമെല്ലാം മുനിജനം ഇന്നു പറയാൻ സത്യമറിഞ്ഞു ഞാൻ. സർവജഗൽ പരിപാലനാർത്ഥം ഭവാൻ ഈ വണ്ണമിഞ്ഞു ജനിച്ച സമയത്തു സൂതികാമൊന്നിരം തന്നിൽ നിന്നോട് കൈതവഹീനം അരു ചെയ്തതൊക്കെയും ചേതസിൽ നിന്നു മറന്നു പോയേനഹം. ഏതുമേ തോന്നീല നിന്മറിമായയാൽ ഇന്നു മുനികൾ വചനങ്ങൾ കേൾക്കയാൽ നന്നായുണർന്നിടിനേൻ മമ മനസേ. എന്നുട മനസേ മോഹമുളവാക്കരുതേതുമേ. ആയതി നിന്നു നിൻപാതേ മനസേ തോന്നിടുവാനരുളേണമേ.
തരന്താതന്റെ വാക്കുകൾ കേൾക്കയാൽ ഉത്തമ പുരുഷൻ കൃഷ്ണൻ പറഞ്ഞു സർവഗുണനിധിയും അൽപിതവാക്യം സർവവും സത്യം അതിനില്ല സംശയം. ജലം നനച്ച് പവിത്രം വിരലിൽ ധരിക്കൂ. കിണ്ടി കയ്യിലെടുത്ത് പ്രദക്ഷിണം വയ്ക്കൂ. ജാനമ്മയ്ക്ക് അറിയാമല്ലോ, നിന്നെ ഇതുപോലെ പറഞ്ഞയക്കാൻ എനിക്കൊട്ടും മനസ്സുണ്ടായിട്ടല്ല. ഈ വീട്ടിലെ ഒരാളായിട്ടേ നിന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ. ഞാൻ പറയാതെ നിനക്കറിയാമല്ലോ, പണ്ടത്തെ സ്ഥിതിയൊന്നും അല്ല. പാട്ടക്കാരാണെങ്കിൽ കണ്ണി ചോരയില്ലാണ്ട് എല്ലാം അങ്ങ് സ്വന്തമാക്കിയില്ലയോ? കുഞ്ഞുണ്ണിയുടെ പഠിത്തത്തിന് തന്നെ ഒരുമാതിരിയൊക്കെ ഒറ്റിയും വില എഴുതി. എങ്ങനെയെങ്കിലും പഠിച്ച് അവനൊരു ജോലി കിട്ടിയിട്ട് വേണം ഉള്ള കടമൊക്കെ വീട്ടാൻ. ഇന്നാ ഇത് വെച്ചോ. നിനക്കൊരുത്തം വരുമ്പം പവനുരിപ്പടിയില്ലെന്ന് പരാതി പറയണ്ട. ഇയാളിത് കൊണ്ടുപോയി വിൽക്കുകയും പണയം വയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് അവക്കുള്ളതാ. മീനാക്ഷിക്ക് ആലോചന വല്ലതും ഉറച്ചാ അറിയിക്കണം. കേറി കിടക്കാൻ ഒരു കൂരയോ ഒരു സെന്റ് തറയോ ഇല്ലാത്തവർക്ക് ആര് വരാനാ? പോട്ടെ അമ്മേ, പോട്ടെ അമ്മേ. പോട്ടെ അമ്മേ. നീയാണോ കുഞ്ഞുണ്ണി? വെളിയിലോട്ട് ഇറങ്ങിക്കേ. സെർച്ച് ചെയ്യണം. സെർച്ച് വാറണ്ടുണ്ടോ? ആ ഉണ്ട്.
പൊന്നങ്ങുന്നേ ദൈവം ഉണ്ടാവണേ. ഞങ്ങളുടെ കുഞ്ഞുണ്ണിയമ്മാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവാന്നേ. അതിനെ കൊലക്കുറ്റത്തിന് പിടിച്ചോണ്ട് പോന്ന ദൈവം പൊറുക്കത്തില്ല. ശല്യം. ഈ മൂപ്പിലെ പിടിച്ച് പുറത്താക്ക്. ആരാ ഇളയും കൊണ്ട് കയറ്റി വിട്ടത്? അതിന്റെ അമ്മൂമ്മ തള്ള ചാകാൻ കിടക്കുക. ഒന്ന് കണ്ടേച്ചു വരാനെങ്കിലും വിടണേ. ചാവട്ടെ, അപ്പൊ നോക്കാം. പൊന്നങ്ങുന്നേ മതി വാടോ. അയ്യോ നാടക്കടോ ഉപദ്രവമാണല്ലോ. ഇപ്പൊ വേണമെങ്കിൽ അവിടെ കണ്ണു വെട്ടിച്ച് മുങ്ങാം. എൻ്റെ കൂടെ പോന്നോളൂ, ഞാൻ ഇടവഴി നിൽക്കാം. ഇല്ല, വേണ്ട. ആരെയാ നോക്കുന്നേ? വേലുച്ചാരെയാണോ? കുറച്ചു മുമ്പ് ഇവിടെ നിപ്പുണ്ടായിരുന്നല്ലോ. അപ്പുറത്തോട്ടം കാണാൻ മാറിയതായിരിക്കും. ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. പോണം. ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. എവിടെ പോയതാണോ എന്തോ. നടക്ക.
ആ ശരി, ലോകം നന്നാക്കുന്നൊക്കെ മതിയാക്കി അവനോൻ ജീവിക്കാൻ നോക്ക്. നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള ചെറുപ്പക്കാരനാ. വർത്തമാനം പറയുന്നത് കേട്ടാ കേട്ടിരുന്നു പോവും. നമുക്കൊരു തെറ്റ് പറയാൻ ഒക്കുകയില്ല. പാവം, ആദർശം തലയ്ക്ക് പിടിച്ചതാ. എന്തായാലും കോടതി വെറുതെ വിട്ടു. പാച്ചുള്ള ഒരാളിനെ അറിയാവോ? പണ്ട് ആനക്കാരനൊക്കെ ആയിരുന്നു. ഇപ്പം കല്യാണം നല്ല ആളാ. അങ്ങനെ കാണാനാണോ അതോ വീട്ടിൽ പോകാനാണോ? അയാൾ ഇപ്പൊ കാണാവുന്ന വിധത്തിലായിരിക്കത്തില്ല. വേണ്ട, ആ ഷാപ്പ് ഇരിപ്പുണ്ട്. വേണ്ട, ഇതിലെ അങ്ങോട്ട് ചെല്ലുമ്പം വരത്തോട്ടൊരു ഇടയടിയുണ്ട്. അതിലെ കൂടി ഇച്ച അങ്ങോട്ട് നടക്കുമ്പം ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അതിനപ്പുറത്തേക്കുന്ന ആ വീട്. വരട്ടെ. ഇങ്ങനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലയോ? നക്സൽ കേസിലെ പ്രതിയാ. രണ്ടുപേരെ വെറുതെ വിട്ടില്ലായിരുന്നോ? അയ്യോ, ഏമാൻ ഇവിടെ ഇതെങ്ങനെ വന്നു? ആര് പറഞ്ഞറിഞ്ഞു? ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഒത്തിരി സ്ഥലത്തൊക്കെ പോയി. വനജാക്ഷിയല്ലേ? അയ്യോ, അവിടെ ഇളയതാ. കൊല്ലം ഒത്തിരി ആയില്ലയോ? പിള്ളേരൊക്കെ വലുതായി. വല്ല വിധേനയും വനജാക്ഷിയെ ഒരുത്തന്റെ കൂടെ കെട്ടിച്ചയച്ചു. ഇനിയിപ്പൊ എവളെയും കൂടെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയച്ചാ ഒരു സമാധാനമായി. എങ്കിലും കുഞ്ഞുണ്ണിയമ്മാൻ ഇങ്ങനൊക്കെ വരുന്ന ആര് വിചാരിച്ചു? മീനാക്ഷി, അവളുടെ കാര്യം കൊണ്ടേ ഞങ്ങൾക്കൊരു മനസ്താപമുള്ളൂ. അവളെ കണ്ടു മോഹിച്ച് എത്ര പേര് വന്നതാ. ഒരു സ്ത്രീധനവും ചോദ്യമില്ല, പൊന്നും പണവും ഒന്നും വേണ്ടെന്നും പറഞ്ഞ്. എന്ത് പറഞ്ഞാലും അവള് താമസിക്കണ്ടായോ? ഇപ്പൊ പിന്നെ കുറെ നാളായിട്ട് അപ്പുറത്തൊരു വീട്ടിൽ തയ്യൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം വരണ്ട സമയമാ.
എന്നാലും കുഞ്ഞുണ്ണിയമ്മൻ ഞങ്ങളെ ഓർമ്മിച്ചല്ലോ. പോലീസുകാര് ഒത്തിരി ഉപദ്രവിച്ചെന്നൊക്കെ അറിഞ്ഞു. ഞാൻ കരയാത്ത ദിവസമില്ല. എങ്കിലും ഏമാനെ മീനാക്ഷിക്ക് എന്റെ കൂടെ വരാമോ? ഇത് കേൾക്കാൻ ഈ കാലമല്ല ഞാൻ കാത്തിരിക്കുന്നു. കുഞ്ഞുണ്ണിയമ്മൻ എപ്പം വന്നു? ജയിലിലൊക്കെ സുഖമായിരുന്നു? ഇങ്ങോട്ട് വന്നേ. എന്തുവാ? ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാന്ന് വെച്ചാ പറഞ്ഞു തൊലച്ചൂലേ. അകത്തോട്ട് വന്നാലേ ഇപ്പൊ പറയത്തുള്ളൂ. അങ്ങനെ മര്യാദക്ക് പറഞ്ഞാ വരാം. കുഞ്ഞുണ്ണിയമ്മൻ അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. എന്നിട്ട് നീ എന്തോ പറഞ്ഞു? ഞാനാണോ പറയേണ്ടത്? ഞാനാ പറയേണ്ടത് അല്ലയോ? എന്നാലേ അവളെ അയാളുടെ കൂടി ഇപ്പം അയക്കുന്നില്ല. പതുക്കെ പറ. എന്തുവാടി ഉറക്കെ പറഞ്ഞാല്? എന്റെ മോളെ കണ്ട വിക്കന്റെയും ജയിൽ പുള്ളിയുടെയും കൂടെ അയക്കാനുള്ളത് അല്ലടി. നിങ്ങൾ എന്തോന്നായി പറയുന്നത്? തൊണ്ടയാന്നും പറഞ്ഞ് നടക്കുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ 10,000 രൂപ എന്ന് വെച്ച് വിളിച്ചോണ്ട് പോകാൻ പറ. അവളെ അങ്ങനെ വെറുതെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. തരാം. മക്കളെ വിറ്റു കുടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്നെ മനസ്സിലായില്ല അല്ലയോ? വാസുമോൻ. ശംഭോ മഹാദേവ. എന്തൊരു ഉഷ്ണം. സംഭാരം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ. മീനാക്ഷി, നീ ജാനമ്മയുടെ മോളെ കല്യാണം കഴിച്ചു അല്ലയോ? നന്നായി. വാസുമാവൻ സംഭാരം. അമ്മ മരിച്ച ദിവസം വേലുച്ചാര് പുറപ്പെട്ടു പോയി എന്ന് കേട്ടു. പിന്നെ വല്ല വിവരമുണ്ടോ? ഇല്ല, ഒരു വിവരമില്ല. ഓരോ കർമ്മബന്ധങ്ങൾ. കുഞ്ഞുങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു. കാഷായം. കമ്മ്യൂണിസ്റ്റുകാരൻ കാഷായ വേഷത്തിലല്ലയോ? ആലോചിച്ചു നോക്കിയാൽ ഇടയ്ക്ക് നേർത്തൊരു വരയേ ഉള്ളൂ. ഒരുപക്ഷെ സ്വാർത്ഥതയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം. എനിക്കിനി ആവശ്യം മനഃശാന്തിയാണ്. ആത്മനെ അന്വേഷിച്ചുള്ള യാത്ര. സൂറത്തിൽ കേട്ടതൊക്കെ ശരിയാണ്. പൂർവാശ്രമത്തിൽ
3 പെൺകുട്ടികളും ഒരു മകനുമുണ്ട്. കുട്ടികളുടെ അമ്മയ്ക്ക് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാൻ ചെറിയൊരു ജോലിയുണ്ട്. കഷ്ടപ്പാടാണെന്ന് വെച്ചോളൂ. ജയിലിലും ഒളിവിലുമൊക്കെയായി ജീവിതം കുറേ അങ്ങ് പോയി. അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്വരൂപിച്ചു വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു മോശപ്പെട്ട ഭർത്താവും അച്ഛനുമാണെന്ന് വെച്ചോളൂ. ഈ വീടിനും പറമ്പിനും അവകാശികൾ നമ്മൾ 2 പേരേ ഉള്ളൂ. എൻ്റെ അവകാശം പോലും നീ സമ്മതിച്ചാൽ മാത്രം. എനിക്കാണെങ്കിൽ നാടും വീടും ഒന്നുമില്ല. അവരമ്മയും മക്കളും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. നിങ്ങൾ 2 or 3 പേർക്ക് കഴിയാൻ ഇങ്ങനെ ഒരു വീടിൻ്റെ ആവശ്യവുമില്ല. ഇതാണ് അവരുടെ അഡ്രസ്സ്. ഈ വീടും വസ്തുവും എന്നെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്കുള്ള പങ്ക് അവർക്ക് അയച്ചു കൊടുക്കണം. ഞാനില്ലാതെ എങ്ങനെ വില എഴുതുമെന്നല്ലേ? എൻ്റെ സമ്മതം ഈ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അമ്മയുടെ അസ്ഥി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അമ്മയോടുള്ള ഒരു കടമയും മകനെന്നുള്ള നിലയിൽ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനന്തര കർമ്മം ചെയ്യാത്തതിൻ്റെ പാപം അസ്ഥി വിധിപ്രകാരം ഗംഗയിൽ കൊണ്ടൊഴുക്കി എനിക്ക് തീർക്കണം. മോൻ ഉറങ്ങിയോ? എപ്പോഴേ ഉറങ്ങി. എഴുതാനിരുന്ന സമയം പോകുന്നൊന്നും അറിയത്തില്ല. ആലോചിച്ച് നോക്കിയ രസമാണ്. സമയം എങ്ങോട്ടും പോകുന്നില്ല. പോകുന്നത് നമ്മളാണ്. എത്ര പേര് വന്നുപോയ വീടാണിത്. തുരുമ്പിച്ച് ചോരുന്ന യാത്രക്കാർ ഉപേക്ഷിച്ച മുങ്ങാൻ പോകുന്നൊരു വലിയ കപ്പൽ. നമ്മൾ ഇതിനുള്ളിൽ എലികളെ പോലെ. മോനുണന്നു. വാവോ വാവാവോ വാവോ പൊന്നു മോനുറങ്ങിക്കോ വാവോ വാവാവോ. ആരുമില്ലേ?
വരൂ, അകത്തോട്ടിരിക്കാം. മനസ്സിലായില്ല. പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വീട് വിൽക്കാൻ പ്ലാനുണ്ടോ? ആർക്കെങ്കിലും വിൽക്കുന്നെങ്കിൽ അതെനിക്ക് വേണം. ആരുടെ ഓഫറിനേക്കാളും 1000 രൂപ ഞാൻ കൂടുതൽ തരാം. അതാ ആ കാറിലിരിക്കുന്നില്ലേ, അതെന്റെ അച്ഛനാ. 80 കഴിഞ്ഞു. അല്ല, അത്രയും പറഞ്ഞാൽ മുഴുവനും ആയില്ല. എന്റെ അച്ഛൻ പണ്ട്, അതായത് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ബാല്യക്കാരനായിരുന്നു. അല്ല, വീട് കൊടുക്കോ ഇല്ലയോ എന്ന് പറഞ്ഞില്ലല്ലോ. കൊടുക്കും, തീർച്ചയായും കൊടുക്കും. നന്നായി. എന്നാൽ ഇന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ആ, പിന്നെ ഒരു കണ്ടീഷനുണ്ട്. മോളിലെ മുറിയിൽ വാതിൽ കടക്കാത്തൊരു കട്ടിലുണ്ടോ? കൊത്തുപണിയൊക്കെ ഉള്ളത് ഉണ്ട്. വീടിന് വില എഴുതുമ്പോ ആ കട്ടിലും ചേർത്ത് വേണം. കൊത്തുപണിയുള്ള കട്ടില് ഫാഷൻ ആയതുകൊണ്ടൊന്നുമല്ല. പണ്ടൊരിക്കൽ വലിയ യജമാനന്റെ ആ കട്ടിലൊന്ന് ഇരുന്നതിന് അച്ഛനെ ഇവിടുത്തെ കാര്യസ്ഥൻ ഒത്തിരി അടിച്ചത്രേ. എങ്കിൽ പിന്നെ ആ കട്ടിലിൽ കിടന്ന് തന്നെ മരിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. അല്ല, നമ്മൾ ഈ വസ്തുവും പണ്ടവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെറിയൊരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ ഒരു കാര്യം, അല്ലയോ? ശരിയാ. അച്ഛൻ പുറത്തോട്ടിറങ്ങുന്നില്ലേ? അതൊക്കെ വിലയാധാരം കഴിഞ്ഞിട്ട്. വലിയ വീട്ടിലെ കുഞ്ഞുണ്ണി സാറ് വീട് ഇത് തന്നെ. ആളുണ്ടോ? ഇപ്പം വരും. മോനെ, അച്ഛനെ വിളിച്ചേ. എവിടെല്ലാം അന്വേഷിച്ചു, ഒത്തിരി വീടും കയറി ഇറങ്ങി. ഇങ്ങോട്ട് മാറിയിട്ട് ഒത്തിരി കാലമായോ? 8-10 കൊല്ലമായി. മനസ്സിലായില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരിക. വന്നാട്ടെ, ഇരിക്കാമല്ലോ.
പോലീസിൽ നിന്നാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അടിയന്തരാവസ്ഥയാണല്ലോ. പഴയ റെക്കോർഡുള്ളവരെ എല്ലാം തിരക്കി പിടിച്ച് കസ്റ്റഡിയിൽ എടുത്തോണ്ടിരിക്കുകയാണെന്ന് കേട്ടു. അയ്യോ, എനിക്ക് പോലീസുമായി ഒരു ബന്ധവുമില്ല. ഞാനൊരു സ്കൂൾ ടീച്ചറാ. സാറിൻ്റെ അച്ഛൻ എൻ്റെയും അച്ഛനാ. അങ്ങനെ 4 പേരറിയെ കല്യാണം കഴിച്ചിട്ടൊന്നുമല്ല. അവരൊരുമിച്ച് താമസിച്ചു, അത്രേ ഉള്ളൂ. എനിക്കിളയവർ 1-2 സഹോദരിമാർ കൂടിയുണ്ട്. അവർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി. ആർക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെല്ലാം വളർന്ന് വലുതായ ശേഷമാണ് അച്ഛൻ ഇങ്ങനൊരു വിവാഹവും മകനും ഒക്കെ ഉണ്ടെന്ന് അറിയുന്നത്. സാറിന് ഒരിക്കലും അച്ഛനോട് പൊറുക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞാൻ അന്വേഷിച്ച് വന്നതാണ്. 6-7 വർഷങ്ങളായി അച്ഛൻ കിടപ്പിലാണ്. ഇല്ലാത്ത രോഗങ്ങളില്ല. ഒന്നിന് ചികിത്സിക്കുമ്പോൾ മറ്റൊന്ന്. ഞങ്ങൾ മക്കളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി എത്ര നാളെന്ന് കണ്ടറിയണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അച്ഛൻ സാറിൻ്റെ കാര്യം പറയുന്നു. മരിക്കുന്നതിന് മുൻപ് കാണണമെന്നൊരാഗ്രഹം. 2 ദിവസമായി പതിവില്ലാത്തതുപോലെ നിർബന്ധിക്കുന്നു. വേറൊരാളിനെ പറഞ്ഞു വിട്ടാൽ നടക്കാതെ പോയാലോ എന്ന് വിചാരിച്ച ഞാൻ തന്നെ ഇറങ്ങിയത്. അച്ഛനെന്ന് പറഞ്ഞ പ്രജനനം നടത്തുന്ന ആളെന്നേ ഉള്ളോ? സാറിൻ്റെ വികാരം എനിക്ക് മനസ്സിലാകുന്നു. ഞാനതിൽ ഒരു തെറ്റും കാണുന്നില്ല. ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണെങ്കിലും മരണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വൃദ്ധൻ്റെ പശ്ചാത്താപമായി ഇതിനെ കരുതിയാൽ മതി. ഉടുപ്പെടുത്തിട്ട് വേഗം ചെല്ലച്ചാ. അച്ഛനും ഒരിക്കൽ വയസ്സാവും. അച്ഛനും സൂക്കേട് വരും. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. ചായ എടുക്കാം. Devi had a dream. In his dream, he saw a beautiful goddess. The goddess spoke softly. "Dear child, can you see me?" "No," said the boy. "I can't see you because I am blind." "Poor little boy," the goddess said. "But don't be sad. I shall help you. Can you give me my sight?" Devi asked. "Can you really make me see?" "No, I can't do that," answered the goddess. "Amme, Achan." അവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഒന്നും കഴിച്ചു കാണത്തില്ലല്ലോ. ചായ എടുക്കട്ടെ? മോന് ചോറ് കൊടുക്ക. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാൻ ആ നോവൽ പൂർത്തിയാക്കി വെച്ചതാ.
പക്ഷെ ഇനി അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. എന്നെ ഓർമ്മയുണ്ടോ? തോമസ് തരകൻ. ഓർക്കാൻ വഴിയില്ല, ഞാൻ ഒത്തിരി ജൂനിയറാ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു മുറി പെൻസിലിൻ്റെ അത്രേ ഉള്ളായിരുന്നു. അതുകൊണ്ടായിരിക്കും കൊറിയറായിട്ട് എന്നെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞയച്ചിട്ടുണ്ട്. സിരകളിൽ വീര്യം തിളച്ചു നിൽക്കുന്ന സമയവും. അന്ന് ലോഡ്ജിലും പ്രസ്സിലും ഒക്കെ റെയ്ഡ് നടക്കുമ്പോൾ പഴയ അസോസിയേഷൻ വെച്ച് എന്നെയും പോലീസ് അന്വേഷിച്ചിരുന്നു. നിങ്ങളൊക്കെ ആണുങ്ങളെപ്പോലെ ജയിലിൽ പോയപ്പോൾ ഞാൻ ചില സ്വാധീനമൊക്കെ ഉപയോഗിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അല്ല, ആക്ഷനിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നില്ല. എന്നാലും ഒരു വേണ്ടാത്ത കുറ്റബോധം. സാരമില്ല, മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി പൊയ്ക്കോളാനല്ലേ? എന്നാല് എന്നെ അങ്ങനെ പറഞ്ഞുവിടാൻ പറ്റത്തില്ല. ഞാൻ ഞങ്ങളുടെ പത്രത്തിനൊരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാ. വിപ്ലവത്തിന്റെ വേരുകൾ തേടി എന്നൊരു സീരീസ് ആരംഭിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ നല്ല രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അനിശ്ചിതത്വമൊക്കെ കഴിഞ്ഞ് ഇടതുപക്ഷ മുന്നണി അധികാരത്തിലും വന്നു. എല്ലാം തുറന്നു പറയണം, ശരിക്കും എക്സ്പ്ലോസീവായുള്ള ഒരു അഭിമുഖം. ഇപ്പോഴങ്ങോട്ട് വരട്ടെ? ഇന്റർവ്യൂവിനാണെങ്കിൽ വേണ്ട. അല്ലാതെയോ? സ്വാഗതം. മതി. തന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ടാണോ താൻ എന്റെ മുന്നിൽ ഒരു കരിങ്കൽ ഭിത്തിയുടെ നിർവികാരത കാണിച്ചത്? എടോ, തന്റെ പത്രത്തിന്റെ വായനക്കാരെ സൂചിപ്പിക്കാനുള്ള സാധനമൊന്നും എന്റെ കയ്യിലില്ല. തനിക്ക് വലിയ സ്വാധീനമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എനിക്കൊരു പബ്ലിഷറെ കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ? വല്ല വരട്ട് ലേഖന സമാഹാരമാണെങ്കിൽ ഒരുത്തനെയും കിട്ടത്തില്ല. സാധനം എന്തോന്നാ? അതാണ് എനിക്ക് ഇനിയും നിശ്ചയമില്ലാത്തത്. കഥയൊന്നും പറയാം, അനുഭവം ഒന്നും പറയാം. സംഗതി എവിടെ? ഞാനൊരു 10 പേജ് വായിച്ചു നോക്കട്ടെ, പറ്റുമോ ഇല്ലേ എന്ന് എന്നിട്ട് പറയാം. ബ്രില്യന്റ്, ഔട്ട്സ്റ്റാൻഡിങ്, ശരിക്കും എക്സ്പ്ലോസീവ്. ഉള്ളതോ? ഇത് അച്ചടിക്കാൻ ധൈര്യമുള്ള ഒരു പബ്ലിഷർ എനിക്കറിയാം. തന്റെ ജോലി ഇതോടെ തീർന്നു. ഇനി ബാക്കി എനിക്ക് വിട്.
ഖരാക്ഷരങ്ങൾക്ക് നിരോധനം. മുൻ നക്സൽ നേതാവ് കുഞ്ഞുണ്ണിയുടെ നോവലിന് സർക്കാർ നിരോധനം. ഖരാക്ഷരങ്ങൾ എന്ന പേരിൽ നക്സൽ കേസിൽ പ്രതിയായിരുന്ന കുഞ്ഞുണ്ണി എഴുതിയ നോവലിന്റെ പ്രതികൾ വിൽക്കുന്നതിൽ നിന്ന് അതിന്റെ പ്രസാധകരായ ശക്തി പ്രിന്റേഴ്സിനെ വിലക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കിയിരിക്കുന്നു. പുസ്തകത്തിന്റെ കോപ്പികൾ കൈവശം വയ്ക്കുന്നതും കുറ്റകരമാണെന്ന് ഉത്തരവിൽ തുടർന്ന് പറയുന്നുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റിയതും ഒട്ടേറെ പ്രതികൾ വിറ്റഴിഞ്ഞതുമാണ് ഈ കൃതി. പലതും തുറന്നു പറയുന്ന ഈ നോവൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഖരാക്ഷരങ്ങൾ കുഞ്ഞുണ്ണിയുടെ ആദ്യ നോവലാണ്. ഇനിയിപ്പോ അറസ്റ്റ് ഉണ്ടാവുമല്ലേ? സത്യത്തിന്റെ മുഖം എത്ര വികൃതം. അപ്പോൾ നമുക്ക് ആരെയും തൊടാതെയും ഒന്നിനെയും അനക്കാതെയും എന്തെങ്കിലും ചെയ്യാം. എന്താ? ഒളിച്ച്, ഒതുക്കി, മറച്ച്, ഭയന്ന്, വിറച്ച്. കേട്ടോ, അച്ഛൻ വിൽക്കുന്നില്ല, അച്ഛന് വിൽക്കില്ല. കായ് ഖാ ഗായ് ഖാ ങാ, കായ് ഖാ ഗായ് ഖാ ങാ. ചായ് ഛ ജായ് ഛ ഞാ, ടായ് ട ഡായ് ട ന, ടായ് ഥ ഡായ് ഥ ന, പായ് ഫ ബായ് ഫ മ, യാ ര ല വാ ശ ഷ സാ ഹാ. അപ്പോൾ രാക്ഷസൻ പറഞ്ഞു, നില്ല്, ഭവിഷ്യത്തുകളെപ്പറ്റി ചിന്തിക്കാത്ത ഒരു എടുത്തിയാട്ടക്കാരനാണ് നീ. വിഡ്ഢിയായ രാജകുമാര, നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. നിനക്ക് നിന്റെ ഉണ്ണിയോട് ഇത്ര പ്രിയമെങ്കിൽ അവനെ ഞാൻ ഉപേക്ഷിച്ചേക്കാം, പോരെ? പകരം നിന്റെ ഭാര്യയെ എനിക്ക് വിട്ടുതരൂ. സുന്ദരിയായ ഒരു യുവതിയെ ഭക്ഷണത്തിന് കിട്ടിയിട്ട് കാലം കുറേയായി. അവളെ ഓർത്ത് നീ ദുഃഖിക്കുകയും വേണ്ട. നിനക്ക് വേറൊരു സുന്ദരിയെ ഭാര്യയായി സ്വീകരിക്കാമല്ലോ. രാജകുമാരൻ ക്രുദ്ധനായി മുന്നോട്ട് ചാടി. ദുഷ്ട! രാക്ഷസൻ പറഞ്ഞു, നില്ല്, നമ്മുടെ ഈ യുദ്ധത്തിൽ ജയിക്കുന്നത് ഞാനായിരിക്കുമെന്നുള്ളത് തീർച്ച. അപ്പോൾ ഇവരിൽ ഞാൻ ആഹാരമാക്കേണ്ടത് ആരെയെന്ന് നീ തന്നെ തീരുമാനിക്കൂ. രാജകുമാരൻ വാൾ വീശി മുന്നോട്ട് കുതിച്ചുകൊണ്ട് പറഞ്ഞു, നീ തന്നെ എപ്പോഴും ജയിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്?